ഒരു ദിവസം വൈകുന്നേരം ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് തളർന്ന് വീട്ടിലേക്ക് വരികയാണ്. ഞാൻ സെയിൽസിലാണ് വർക്ക് ചെയ്യുന്നത്. ടാർഗറ്റ് ഒന്നും മീറ്റ് ആയിട്ടില്ല. അപ്പോൾ ഞാൻ നാട്ടിൽ എനിക്ക് പരിചയമുള്ള ഒരു സെയിൽസ്മാനെ ഓർമ്മിച്ചു. അത്യാവശ്യം സക്സസ്ഫുൾ ആയിട്ടുള്ള സെയിൽസ്മാനാണ് അദ്ദേഹം വിൽക്കുന്നത് വള്ളിക്കൊട്ടകളാണ്. അദ്ദേഹത്തിന്റെ വള്ളിക്കൊട്ടയുമായിട്ട് ഒരു തവണ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും വീട്ടുകാർ മുഴുവനെ അദ്ദേഹത്തിന്റെ കൊട്ടകൾ വാങ്ങും. അപ്പൊ ഞാൻ എന്റെ ജോലിയുമായി കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് ആളുകൾക്ക് കൊടുക്കാനുള്ള പ്രൊഡക്റ്റാണ് എൻ്റെ കയ്യിലുള്ളത്. പക്ഷെ പലരും അത് വാങ്ങുന്നില്ല. പക്ഷെ ഈ സെയിൽസ്മാൻ, ഇദ്ദേഹത്തിന്റെ പേര് തെയ്യോരൻ എന്നാണ്, എൻ്റെ നാട്ടില് തെയ്യോരൻ കൊണ്ടുവന്ന വള്ളിക്കൊട്ടകൾക്ക് ഭയങ്കര ചെലവാണ്. എൻ്റെ വീട്ടിൽ തന്നെ അമ്മയും അല്ലെങ്കിൽ അമ്മാവനോ അല്ലെങ്കിൽ ഞാൻ പോകുന്ന ബന്ധുവീട്ടുകളിലും എവിടെ പോയാലും ശരി, ഇദ്ദേഹം 10 വള്ളിക്കൊട്ടയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ 10 വാങ്ങും. ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് നമ്മൾ ഈ വള്ളിക്കൊട്ട വാങ്ങുന്നത്? നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാത്ത കൊട്ടകൾ ഇരിക്കുന്നുണ്ടല്ലോ, എന്തിനു പുതിയത് ഒന്ന് വാങ്ങണം എന്ന് ചോദിച്ചാൽ അത് സാരമില്ല, അല്ലെങ്കിൽ നീ അത് ശ്രദ്ധിക്കണ്ട, നിനക്കത് മനസ്സിലാവില്ല എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം കൊണ്ടുവരുന്ന കൊട്ടകളെല്ലാം വാങ്ങി വയ്ക്കും. ഈ ദയ്യോരന്റെ കൊട്ടകളുടെ ക്വാളിറ്റിയേക്കാൾ കൂടുതലായിട്ട് എന്തോ ഒരു അദൃശ്യമായിട്ടുള്ള ഭയം ദയ്യോരനോടുണ്ട് എന്ന് എനിക്ക് തോന്നാൻ തുടങ്ങി. അത് പലപ്പോഴും മുത്തശ്ശന്റെ കൂടെ ഇരിക്കുന്ന സമയത്ത് കാറ്റത്ത് ശീലക്കുട പറന്നു പോകുമ്പോഴൊക്കെ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയിട്ട് അത് കുടയാണോ, ഞാൻ ദയ്യോരനാന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞിട്ട് അന്തപ്പെടുന്ന ഒരു അവസ്ഥ കണ്ടിട്ടുണ്ട്. ചില സമയങ്ങളിൽ മുത്തശ്ശിമാരൊക്കെ രാത്രി ഈ പുറത്തുനിന്ന് ശബ്ദം കേൾക്കുന്ന സമയത്ത് നീ പുറത്തേക്കൊന്നും നോക്കണ്ട, ദയ്യോരനാവും എന്ന് പറയുന്നൊരു ഇതുണ്ടായിട്ട്. അപ്പൊ തെയ്യോരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മിസ്റ്ററി കഥാപാത്രമായിരുന്നു നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ മുഴുവൻ. പിന്നീട് ഒരു തവണ ഞങ്ങളുടെ മുത്തശ്ശന്റെ കൂടെ ഞാൻ ഇരിക്കുന്ന സമയത്താണ്, മുത്തശ്ശൻ കളിയടക്കിയ കുട്ടി നന്നായി മുറുക്കി നല്ല മൂഡിലിരിക്കുന്ന സമയത്ത് ഞാൻ പതുക്കെ ചോദിച്ചു, മുത്തശ്ശൻ ആരാണ് ആക്ച്വലി ഈ തെയ്യോരൻ, എന്താണ് എന്ന് പറയുമ്പോഴാണ് ഈ തെയ്യോരന്റെ ചില ചരിത്രങ്ങൾ പുള്ളി പറഞ്ഞു തരുന്നത് നമുക്ക്. അതായത് ഞങ്ങളുടെ ദേശത്ത് എല്ലാവരും ഭയപ്പെടുന്ന, ദേശത്തിന്റെ ഒരു പേടി സ്വപ്നമായിട്ടുള്ള ഒരാളാണ് ആക്ച്വലി ഈ തെയ്യോരൻ. കാരണം തെയ്യോരൻ ആ ദേശത്ത് ഏറ്റവും വലിയ ഒടിയൻ ആയിരുന്നു എന്നാണ് മുത്തശ്ശൻ പറഞ്ഞത്. ഒടിവിദ്യ അറിയുന്ന ഒരാളാണ്. ഒടിവിദ്യ കൃത്യമായി അറിയുന്ന വളരെ കുറച്ച് ആളുകളുണ്ടായിരുന്നു. തലമുറകളായിട്ട് കൈമാറി വരുന്ന ഒരു സ്ഥിതിയാണ്. അത് അറിയുന്ന അവസാനത്തെ ഒരാളുകളിൽ ഒരാളായിരുന്നു തെയ്യോരൻ എന്ന്. അപ്പോൾ ഈ പൗർണമി നാളുകളിലൊക്കെ ഇങ്ങനെ ഒടിമറിഞ്ഞ് പല വേഷം കെട്ടിയിട്ടൊക്കെ ഈ തെയ്യോരങ്ങൾ വരുന്നതാണ്. അപ്പൊ അതിന്റെ ഒരു കൺസെപ്റ്റ് എങ്ങനെയാന്ന് വെച്ചാൽ, ഒരു പശുവോ അല്ലെങ്കിൽ ഒരു എരുമയോ അതല്ലെങ്കിൽ ഒരു ആടോ ഒക്കെ ആയിട്ട് യുവന്മാർ ഈ ഒടിയൻ വേഷം കെട്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 കാലുണ്ടാവില്ല, ചിലപ്പോൾ 3 കാലേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ ഒരു വാലുണ്ടാവില്ല, ചിലപ്പോൾ ഒരു കൊമ്പുണ്ടാവില്ല. അങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക. അപ്പൊ ഈ പ്രത്യേകിച്ച് ഈ പൗർണമി രാവുകളിൽ ഈ ആളുകൾ രാത്രി നടക്കാൻ ഇറങ്ങുന്ന സമയത്ത് ഈ വഴിയിലാണ് ഈ ഒടിയന്മാരെ കാണുന്നത്. അങ്ങനത്തെ ഒരു ഭയങ്കര ഭീകരമായിട്ടൊരു വിശ്വാസം ഞങ്ങളുടെ നാടുകളിൽ നിലനിന്നിരുന്നു. പ്രത്യേകിച്ച് കാരണവന്മാരൊക്കെ നാട്ടിൽ അറിയാലോ, കഥകളി ഭ്രാന്തന്മാരാണ്. കഥകളിയൊക്കെ കണ്ട് രാത്രി മുറുക്കി രസിച്ച് നടന്നു വരുന്ന സമയത്ത് പാടത്ത് വെച്ചോ അല്ലെങ്കിൽ തോട്ടുവരമ്പിൽ വെച്ചോ അല്ലെങ്കിൽ തൊടിയിൽ വെച്ചോ ഒക്കെയാണ് ഇത്തരം ഈ ഒടിയന്മാരുമായിട്ടുള്ള എൻകൗണ്ടേഴ്സ് ഉണ്ടാവുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇദ്ദേഹത്തിനുള്ള ഭയത്തിനുള്ള ബേസിക്കുള്ള കാരണം. അപ്പോൾ പക്ഷെ ഞങ്ങള് ഈ കാരണവന്മാരുമായിട്ട് ഇടപഴകുന്ന സംസാരിക്കുന്ന സമയങ്ങളിൽ രാത്രി സമയങ്ങളിലൊക്കെ കാരണവന്മാർ വലിയ വലിയ വീരസ്യം പറയും. അതായത് തെയ്യോറിന് ഞാനും കൂടി അവിടെ വെച്ച് ഏറ്റുമുട്ടിയിട്ടുണ്ട്, തെയ്യോറിന് ഞാനും ഇവിടെ വെച്ചൊന്ന് ഏറ്റുമുട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു കുഞ്ഞരാമ്പേട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു കാരണവരുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് മനമക്കാവ് അമ്പലത്തിൽ കഥകളി കഴിഞ്ഞ് പുള്ളി രാത്രി നടന്നു വരുന്ന സമയത്ത് ഇദ്ദേഹം ഒടിയനായിട്ട് നിന്നു, ഇല്ലിപ്പൊടിയായിട്ട് നിന്നു. പക്ഷെ പെട്ടെന്ന് പുള്ളിക്കത് മനസ്സിലായി, ഇത് ആ ഇല്ലിപ്പൊടി മറച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ മരണമാണ്. അപ്പോ പുള്ളി എന്ത് ചെയ്തെന്ന് വെച്ചാൽ പേനക്കത്തി പോക്കറ്റിൽ നിന്ന് എടുത്തു, അരയിൽ നിന്ന് വലിച്ചൂരി, എന്നിട്ട് എന്തോ ഒരു മന്ത്രം ചൊല്ലി, എന്തോ ഒരു നക്ഷത്രം വരച്ചൊരു മന്ത്രം ചൊല്ലി കുത്തി വെച്ചു, നിലത്ത് തറച്ചു വെച്ചപ്പോ ഈ ഇല്ലിപ്പൊടി മാറി ഇത് തെയ്യോരനായിട്ട് ഇദ്ദേഹത്തിന്റെ കാക്കിൽ വീണ് നമസ്കരിച്ചു, തെറ്റ് പറഞ്ഞു എന്നാണ്. അപ്പൊ പോകുന്ന സമയത്ത് ഇദ്ദേഹം കാലുകൊണ്ട് തൊഴിച്ചു. അങ്ങനെയാണ് തെയ്യോരന് ഒരു മുതുകെടുത്ത് ഒരു കൂനുണ്ടായത് എന്നൊക്കെയാണ്. ഇതൊക്കെ കഥകളാണ്. നമ്മൾ ചെല്ലുന്ന സമയത്ത് ഇത്തരം കഥകൾ. എന്നാൽ ഇതേ ആളിന്റെ അടുത്ത് രാവിലെ തെയ്യോരൻ വെള്ളിക്കൊട്ടയായിട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നും മിണ്ടാണ്ട 10 വെള്ളിക്കൊട്ടയോടെ വാങ്ങി വെച്ചിട്ട് കാശ് എടുത്തിട്ട് പോകും. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ തൃത്താല ദേശത്ത് ഇതുപോലെ ഫേമസ് ആയിട്ടുള്ള വേറൊരു വെള്ളിക്കൊട്ട കച്ചവടക്കാരുണ്ട്. അദ്ദേഹത്തിന്റെ പേര് പാക്കനാർ എന്നാണ്. നിങ്ങൾ നാരായണത്തൂർ അന്തനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. വരരുചിര മക്കളിൽ പെട്ട ഒരാളാണ്, 12 മക്കളിൽ പെട്ട ഒരാളാണ് ഈ പാക്കനാരും.
നാരായണത്ത് ഭ്രാന്തനെ കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ. രായരനെല്ലൂർ മനയിൽ കല്ലുരുട്ടി കുന്നിന്റെ മുകളിൽ കയറ്റിയിട്ട് അത് താഴ്ത്തു വീഴുന്ന സമയത്ത് നോക്കിച്ചിരിക്കുന്ന ഒരാളാണല്ലോ നാരായണത്ത് ഭ്രാന്തൻ. അതുപോലെ അദ്ദേഹത്തിന് ലേശം നുസ്സുണ്ട്, അല്ലെങ്കിൽ ഭ്രാന്തനാണെന്ന് എല്ലാവരും പറയുന്നത്. അതുപോലെ ഒരു അല്പം ഒരു നുസ്സുള്ള ഒരാളാണ് ശരിക്കും പറഞ്ഞാൽ ഈ പാക്കനാർ എന്നാ പറയുന്നത്. കാരണം ഇദ്ദേഹം വള്ളിക്കൊട്ടകളായിട്ട് വരും, എന്നിട്ട് ഏതെങ്കിലും വീട്ടിൽ കൊടുക്കും. 10 കൊട്ടയായിട്ട് വരും. എന്നിട്ട് ഈ 10 കൊട്ട കൊടുത്തിട്ട് ഇതിനൊരു വില പറയും. അപ്പൊ വീട്ടുകാര് വേറൊരു വില പറയും. സ്വാഭാവികമായിട്ടും അത്ര കൊടുക്കാൻ പറ്റില്ല, കുറച്ച് പെശകും. അപ്പൊ അദ്ദേഹം പറയും, എനിക്ക് എന്റെ 9 കൊട്ട തിരിച്ചു തന്നേക്കും എന്ന് പറഞ്ഞിട്ട് 9 കൊട്ട വാങ്ങിപ്പോകും. കൊടുത്തത് 10 കൊട്ടയാണ്, തിരിച്ചു വാങ്ങിയത് 9 കൊട്ട. അടുത്ത വീട്ടിൽ പോവും, അവിടെ 9 കൊട്ട കൊടുക്കും, അവിടുന്ന് 8 കൊട്ട തിരിച്ചു വാങ്ങിപ്പോകും. അങ്ങനെ പോയി അവസാനം 1 കൊട്ട കയ്യിലുണ്ടാവുള്ളൂ. ആ 1 കൊട്ട വിറ്റ് ആ കാശ് കൊണ്ട് ജീവിക്കുന്ന ആളാണ്. ഈ മനുഷ്യന്റെ സ്വാർത്ഥതയും അതൊക്കെ അദ്ദേഹം തുറന്നു കാട്ടിയെന്നൊക്കെയാണ് അതിന്റെ പിന്നിലുള്ള ഐതിഹ്യം. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് ഇദ്ദേഹത്തിന് ദൈവമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ദൈവത്തിന്റെ ഒരു അവതാരമാണ് പാക്കനാർ എന്നാണ് പറയുന്നത്. ദൈവത്തിന് 10 കൊട്ടയായിട്ട് പോയാൽ 1 കൊട്ടയുടെ പൈസ കിട്ടുന്നു. ഞങ്ങളുടെ നാട്ടിലുള്ള ദൈവറിന് 10 കൊട്ടയായിട്ട് പോയി കഴിഞ്ഞാൽ ആവശ്യമില്ലെങ്കിലും 10 കൊട്ടയുടെ ഫുൾ പൈസ കിട്ടുന്നു. അപ്പൊ ഞങ്ങളുടെ മുന്നിൽ പാക്കനാരേക്കാൾ വലിയ ദൈവമായിരുന്നു ദൈവം. കുട്ടിക്കാലത്ത് എന്റെയൊക്കെ കൺമുന്നിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളിൽ ഒരാളായിരുന്നു ദൈവം. സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ദൈവനോട് പേടിയുണ്ടായിരുന്നു. പക്ഷെ ദൈവന്റെ കുട്ടികളോടൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു. വളരെ സോഫ്റ്റ് സാധുവായിട്ടുള്ളൊരു മനുഷ്യനാണ്. ഈ ആളുകളെ ഇദ്ദേഹത്തിനെ കെട്ടിയേൽപ്പിച്ചിട്ടുള്ള ഈ ഒരു വേഷം, ഇദ്ദേഹം മുടിയനാണെന്നുള്ള വേഷമൊന്നും പലപ്പോഴും അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. ഇത് പുറമേ പറയുന്ന കാര്യമാണ്. ഈ ഒടിയൻ എന്നുള്ളതിൽ ശാസ്ത്രീയമായിട്ട് ഒന്നുമില്ല എന്നും അതൊക്കെ അന്ധവിശ്വാസമാണെന്നും കെട്ടുകഥയാണെന്നൊക്കെ ആളുകൾ തിരിച്ചറിയുന്നത് പിന്നീടാണ്. പക്ഷെ നാട്ടിലെ ഏതെങ്കിലും ഒരുത്തരെ ഇത്തരം വേഷം കെട്ടിവെച്ച് പേടിപ്പിച്ച് ഭയപ്പെടുത്തുന്ന ഒരു സിസ്റ്റം എല്ലാ നാട്ടിലും ഉണ്ട്. അത് ഞങ്ങളുടെ നാട്ടിലും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് സെയിൽസ്മാന്റെ ഒരു കാര്യമാണ്. എൻ്റെ സാധനം വിൽക്കാൻ നിവൃത്തിയില്ലാണ്ട് ഞാൻ തിരിച്ചു വന്നു. എനിക്ക് ഒടിവിദ്യ നിശ്ചയില്ലല്ലോ. ഒടിവിദ്യ നിശ്ചയില്ലാത്തവന്റെ കൊട്ടകൾക്ക് ചെലവില്ല. അപ്പോ എല്ലാ ദിവസവും നമ്മൾ ഈ ചാത്തന്മാരെയും മറുതന്മാരെയും ഒടിയന്മാരുടെയൊക്കെ മാർക്കറ്റിൽ കാണുകയാണ്. ഇവരെല്ലാം കണ്ടിട്ട് തിരിച്ചു മടങ്ങുമ്പോൾ എല്ലാ ദിവസവും ഞാൻ ദൈവനെ ഓർക്കും.